ശിവ, കൊറേ നേരമായില്ല പാറക്കുട്ടി അമ്മി പോയിട്ട്. എന്താ കാണാത്തെ? എനിക്ക് ഉറപ്പാ ചേച്ചി, പാറക്കുട്ടിക്ക് ലീവ് കിട്ടി കാണത്തില്ല. ആ പ്രിൻസിപ്പൽ ഭയങ്കര സ്ട്രിക്റ്റാ. പ്രിൻസിപ്പൽ മാഡത്തിനാണെങ്കിൽ പാറക്കുട്ടിനെ കണ്ണിന്റെ നേരെ കണ്ടൂടാ. അവള് ഫുള്ള് കള്ളത്തിലാ പറയുന്നേ. മാഡത്തിന് അതേ മനസ്സിലായി കാണും. ചേടാ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പോകാണല്ലോ. ആ പാറക്കുട്ടിയാണെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് നമ്മൾ പോകാൻ സമ്മതിക്കത്തില്ല. മക്കളെ, ദേ നീനും പാറക്കുട്ടി വരുന്നുണ്ടല്ലോ. അപ്പൊ നിനക്ക് ലീവ് കിട്ടിയോടി? പിന്നല്ല, ഈ പാറക്കുട്ടിയാണോ മുതലേ? ചേടാ, ആ പ്രിൻസിപ്പൽ മാഡം എങ്ങനെ സമ്മതിച്ചേ? ചേച്ചി, ഞാനും അമ്മയോട് കിടക്കാൻ ചാറ്റിംഗ് നടത്തി. അതിലങ്ങ് പ്രിൻസിപ്പൽ മാഡം വീണു. നിങ്ങൾ എത്ര ലീവ് വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടേ. എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ഇതൊക്കെ സത്യമാണോ? എന്റെ പൊന്നു ലക്ഷ്മണേ, എന്റെ കിളിയെല്ലാം പാറിക്കുവാ. എനിക്കൊന്നും ഇപ്പൊ തല കേറത്തില്ലടി. ഈ കാന്താരി അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂടുന്ന എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്നെ കൊണ്ട് എന്തോരം കള്ളത്തരങ്ങൾ പെട്ട് പറയിപ്പിച്ചെന്നറിയോ? അമ്പടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. വീട്ടിലെത്തട്ടെ, ഇതിനുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും പാറക്കുട്ടിക്ക് ലീവ് കിട്ടിയോടെ നമുക്ക് സമാധാനത്തിൽ വിട്ടു പോവാലോ. ആ ഒരു കാര്യം ആലോചിച്ചിട്ടാ ഞാൻ കാമാന്നൊരു അക്ഷരം മിണ്ടാത്തെ. ബാസി, നീ ഓട്ടോ എടുക്ക്. ശരി ചേച്ചി. ശിവ, നിന്റെ ബാഗ് എവിടെ? ഞാൻ പിടിച്ചോളാനേ. അതിന് ബാഗ് എന്റെ കയ്യിലില്ലല്ലോ. അമ്മ പിടിക്കാന്നല്ല അവിടുന്ന് ഇറങ്ങുമ്പോ പറഞ്ഞേ. ഷെടാ, ആ ബാഗ് ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുവാ. ഞാൻ ആ തിരക്കിനിടയിൽ എടുക്കാനും മറന്നു. ഞാൻ വേഗം ഓടിപ്പോയി എടുത്തോണ്ട് വരാം. അസുഖാന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇങ്ങനെ ഓടി നടക്കണ കണ്ടാലേ ആ പ്രിൻസിപ്പൽ മാഡം ഇനി എന്നെ വഴക്ക് പറയാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ തന്നെ എടുത്തുകൊണ്ട് വരാനേ. ഷു, 5-6 നിലയുണ്ട്. അതിന്റെ മുകളിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും എന്റെ കാലിന്റെ വിധം ഒരു വിധാകും. അമ്മ, ഞാൻ പോവാ. അമ്മ ഇനി അങ്ങോട്ട് പോണ്ട. ഇത് ശിവയുടെ ബാഗ്. വലിയ ഉപകാരം മക്കളെ. അങ്ങോട്ട് എങ്ങനെ കയറി ഇറങ്ങാൻ ആലോചിക്കുമായിരുന്നു. ഇപ്പൊ വലിയ ആശ്വാസയേ. ആ തിരക്കിനിടയിൽ ബാഗ് എടുക്കാൻ മറന്നുപോയതാണേ. അല്ല, ദിവ്യ മിസ് തന്നു വിട്ടതായിരിക്കൂലേ. അതമ്മാ. എന്നാ മോന് പോയിക്കോ, ക്ലാസ് തുടങ്ങാറായില്ലേ. ബാസി, ഓട്ടോ എടുക്ക്, നമുക്ക് പോവാം. അല്ല ശിവ, നീ കയറുന്നില്ലേ? സ്റ്റുഡൻസ്, ഇന്നത്തെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞു. നാളെ കൃത്യസമയത്ത് എല്ലാരും വന്നേക്കണേ. നിങ്ങളുടെ മെയ് വഴക്കൊന്നും അത്രക്ക് ശരിയായിട്ടില്ല. നന്നായിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. വെരി ഗുഡ്. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും വേണം. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പീരീഡ് ഏതാ? ഓക്കെ, എന്ന് വേഗം പോയിക്കോളൂ. ക്ലാസ് ലേറ്റ് ആവണ്ട. അവൾക്ക് എന്ത് പണിഷ്മെന്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവൾക്ക് എല്ലാ മിസ്സുമാരെയും പുല്ല് വിലയാ, പുല്ല് വില. അവര് 3 പേരും ഇങ്ങനെ ചിരിക്കുന്നേ. എനിക്ക് ഷുവർ കള്ളു, നമ്മുടെ ഡാൻസ് ടീച്ചറെ കളിയാക്കി ചിരിക്കുവാ അവര്. എന്നെ കളിയാക്കി ചിരിക്കാൻ മാത്രമായ അവര്. ജൂലി, അവർക്കുള്ളത് ഇനി മിസ് കൊടുത്തോളേ. എന്നാലും പാഴക്കുട്ടി അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടത്? കാമോൺ ജോലി, ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനേ. ആമിക്കുട്ടി, ഇന്ന് പാറക്കുട്ടിയുടെ കാര്യം പോക്കാ. നീലുമോ ഉണങ്ങട്ടെ 3 മണിക്കൂർ കൊക്ക് ഡാൻസ് കളിപ്പിക്കല്ലോ. അതാലോചിക്കുമ്പോ തന്നെ എനിക്ക് ചിരി വരിക. നമുക്ക് സ്കൂൾ വിട്ടിട്ട് ഓൾ കുടിക്കൊന്ന് പോയി നോക്കണട്ടാ. അത് കണ്ട് ചിരിക്കാനാ. ഓക്കേ ആമിക്കുട്ടി, ഞാൻ ഏറ്റു. എന്താ അവിടെ ഒരു ചിരിയും കളിയും? അയ്യോ, ഡാൻസ് ടീച്ചറേ. നിങ്ങളോടല്ലേ ചോദിച്ചേ എന്താ അവിടെ ചിരിക്കാൻ മാത്രം ഉള്ളേന്ന്? ഒന്നുമില്ല മിസ്സേ, ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞ് ചിരിച്ചതാ. നിങ്ങൾ തമാശ പറഞ്ഞ് ചിരിക്കാനാണോ അതോ ഡാൻസ് പഠിക്കാനാണോ എന്റെ ക്ലാസ് വന്നേക്കുന്നേ? ഡാൻസ് പഠിക്കാനേ. എന്നാ അത് പഠിച്ചിട്ട് പോയാൽ മതി. അല്ലാതെ ഇത് കോമഡി സ്റ്റാർ പ്രോഗ്രാം അല്ല ചിരിച്ച് കളിച്ച് നടക്കാൻ. സോറി മാഡം. നിങ്ങൾ 4 പേരുണ്ടായിരുന്നല്ലോ. മറ്റേ കുട്ടി എവിടെ? എന്താ കുട്ടിയുടെ പേര്? ഞാൻ മറന്നുപോയി. പാറക്കുട്ടി, അതാ അവളുടെ പേര്. പാറക്കുട്ടി. അവളെവിടെ പോയി? അവള് വീട്ടിൽ പോയി. വീട്ടിലോ? ആരോട് ചോദിച്ചിട്ടാ പോയേ? പ്രിൻസിപ്പൽ മാഡത്തിനോട്. അവൾക്ക് അതിനൊരു അസുഖം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ പോയേ? അല്ല, അവൾക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് അവളുടെ അമ്മ കൂട്ടിക്കൊണ്ടോയേ. എല്ലാരും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ ആരും ശ്രമിക്കണ്ട. മിസ്, അവൾക്ക് ഒരു അസുഖമില്ലായിരുന്നു. അവൾ കൊക്ക് പണി ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ ഇവിടുന്ന് മുങ്ങേ. ആ കൊച്ചിന് ഇത്ര അഹങ്കാരോ? കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എന്നോട് എന്താ അവൾ പെർമിഷൻ ചോദിക്കാതിരുന്നേ? പ്രിൻസിപ്പൽ മാഡം ലീവ് കൊടുത്തല്ലോ. പിന്നെന്തിനാ മിസ്സിനോട് ചോദിക്കണേ? എന്താ പറഞ്ഞേ? എന്റെ ക്ലാസ് നടക്കുമ്പോഴാ പോയത്. അപ്പൊ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ട് എങ്ങോട്ട് പോകാൻ പറ്റുമോ? എല്ലാം ഒറ്റക്കെട്ടാണല്ലേ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ലില്ലി, നീ പോയിട്ട് എന്റെ ടേബിളിൽ ഒരു സ്കെയിൽ ഉണ്ട്, അത് എടുത്തു കൊണ്ടുവന്നേ. ഓക്കേ മിസ്. അയ്യോ, നമുക്ക് പണി കിട്ടാൻ പോകട്ടെ. മിസ്സേ, ഇന്നാ. ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ 2 അടി കൂടുതൽ കിട്ടും. ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. കൈനിട്ട്. നീ എന്താ കൊച്ചെ പറഞ്ഞേ? ഇവിടുന്ന് ലീവ് എടുത്ത് പോകുമ്പോ എന്നോട് പെർമിഷൻ ചോദിക്കണ്ടല്ലേ? നീ അങ്ങോട്ട് മാറി നിക്ക്. ഇനി അടുത്താള് വന്നേ. കൈ നീട്ടാനല്ലേ പറഞ്ഞേ? ഓ, അതിനെന്താ, ഒരു ഉറുമ്പ് കുത്തുന്ന വേദന ഉണ്ടാവത്തുള്ളൂ. അടുത്താള് വന്നാട്ടെ.
ഇനി നിന്നോട് പ്രത്യേകം കൈ നീട്ടാൻ പറയണോ? കൈ നീട്ട് കൊച്ചേ. ഞങ്ങൾ 5 മിനിറ്റ് നേരം വൈകി വന്നേന് ഞങ്ങൾ 1 മണിക്കൂർ കൊക്കുപണി ചെയ്യിപ്പിച്ചില്ല. പിന്നെ എന്തിനാ അടിക്കണ മിസ്സേ? ഇത് അനീതിയാ, അനീതി. ഓ ഓ ശരി മാഡം, നീ എന്നെ പഠിപ്പിക്കണോ കൊച്ചേ? ഒരു സെക്കൻഡ് എന്റെ ക്ലാസ് നേരെ വൈകി വന്നാൽ ഇതായിരിക്കും പണിഷ്മെന്റ്, കേട്ടോ? ഇനി എന്നോട് പറയാതെ പോയ പാർക്കുട്ടില്ലേ, അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ പുഷ്പലത ആരാണെന്ന് അവൾക്ക് അറിയത്തില്ല. ആ കൊച്ചിനോട് പറ എന്നെ സ്റ്റാഫ് റൂം കണ്ടിട്ട് ഇനി ക്ലാസ് റൂം കയറിയാ മതിനെ. വാടി ജോലി, എന്താ അടിപൊളി കാണാനേ, നല്ല രസായിരുന്നല്ലേ. അവരുടെ കരച്ചിൽ കാണാൻ അതിനെക്കാളും രസമുണ്ടായിരുന്നേ. ഷെടാ, ആ പാർക്കുട്ടി കൂടി വേണമായിരുന്നു. അവൾക്ക് അടി കിട്ടുന്ന കാണാൻ കൊതിയാവാ. ഡോണ്ട് വറി കള്ളു, നാളെ സ്കൂൾക്ക് വരുമ്പോ അവൾക്ക് ഇതിനേക്കാൾ കിട്ടുന്നേ. അത് കാണാൻ എനിക്ക് കൊതിയാവാ. ഞാൻ നാളെ നേരത്തെ സ്കൂളിൽ വരും. ടിങ്ങിടിക്കാ. ഞാനും. തുമ്പിമോളെ, നിനക്ക് നല്ല വേദനിച്ചോ? എനിക്ക് നല്ല വേദനിച്ചു. അങ്ങോട്ട് നോക്കാം മുകുട്ടി, തുമ്പിമോളുടെ നെറ്റിലൊക്കെ മുറിയായിട്ടുണ്ട്. അയ്യോ, നീ അടി കിട്ടുമ്പോ എന്തിനാ തിരിഞ്ഞേ? എനിക്ക് വേദനിച്ചിട്ടാ. സാരമില്ലട്ടോ, എന്റെ വീട്ടിൽ ഓയിന്റ്മെന്റ് ഉണ്ട്, അത് ഞാൻ പുരട്ടി തരാം. അതൊരു ദുഷ്ടത്തി മിസ്സാ. ആ മിസ്സിന് എന്തായാലും പണി കൊടുത്തേ പറ്റൂ മുകുട്ടി. കൊടുത്തേ പറ്റുന്നല്ലോ, കൊടുക്കണം. പാർക്കുട്ടി വേണ്ടേ, ഓടൊക്കെ പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഒന്ന് അടങ്ങിയിടേ പെണ്ണേ. ലച്ചു, ഈ ബാഗ് ഒന്ന് പിടിച്ചേ. ഷിയോമോൾ വേഗം ഞാൻ മുമ്പിൽ വെച്ചോളന്നേ. എന്നാ ശരി മോനെ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. അങ്ങോട്ട് പറപ്പിച്ച് വിട് പാപ്പാ. പാർക്കുട്ടി, മതി മതി കളിച്ചത്. ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ബാസ്കറ്റിന് വേറെ ഓട്ടോ ഉണ്ടാകും. അതിന്റെ ബാസ്കറ്റിൽ പോയില്ലല്ലോ, പോകുമ്പോ ഇറങ്ങാം. അതുവരെ ഞാനിവിടെ നിൽക്കട്ടെ. പാർക്കുട്ടി, നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കട്ടമ്മ. ഇനി അതും പറഞ്ഞ് നീലു ചേച്ചി പാർക്കുട്ടി തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. അവള് ഞാൻ പോകുമ്പോ ഇറങ്ങിക്കോളുന്നേ, അല്ല പാർക്കുട്ടി? അല്ല നീലു ചേച്ചി, കുടുംബക്കാരെല്ലാരും ഇവിടെ കൂടാൻ പോവല്ലേ? ഞാൻ കടയിൽ നിന്ന് പച്ചക്കറി എന്തെങ്കിലും എത്തിക്കണോ? കുടുംബക്കാരെല്ലാരും കൂടാൻ പോവേ? അതിന് ഞങ്ങളുടെ വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ. നീ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ടേ, ബാലുണ്ടല്ലോ ഇവിടെ. ഇനി പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിന്നെ ഞാൻ വിളിച്ചോളാം. ശരി ചേച്ചി, പറയാൻ ഒട്ടും മടിക്കണം കേട്ടോ. നമ്മുടെ ശിവമോളെ കാര്യല്ലേ? ശിവമോളെ എന്ത് കാര്യം? ആകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ബാസി, ഉച്ചയ്ക്ക് ഇവിടെ എല്ലാരും ഉണ്ടാവല്ലോ. ഊണുണ്ണാനേ നീയും കൂടി വരുണ്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീനും പച്ചക്കറി എല്ലാം ഉണ്ടേ. ആഹാ, കലക്കിലോ. എന്നാ ഞാൻ എന്തായാലും വരെ ചേച്ചി. ശിവമോളെ, ബാസ്കറ്റ് ഉച്ചക്ക് വരുമ്പോ എന്തിനും വാങ്ങിക്കൊണ്ട് വരണോ? വേണ്ട ബാസ്കറ്റാ. ബാസിനെ, ബാസിനെ വരുമ്പോൾ വെറുതെ കൈ വീശി വരണ്ട. എനിക്ക് കുറേ ഐസ്ക്രീം കൊണ്ടുവാ. പാർക്കുട്ടി. യു, കല്ലിങ്ങോട്ട് നീലി. ബാസിനെ വരുമ്പോൾ കൈ വീശി വന്നാ മതി. എനിക്കൊരു കുഴപ്പമില്ലട്ടോ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറയാൻ കാത്തു നിൽക്കോ പെണ്ണേ? അപ്പങ്ങ് ചാടിക്കയറി പറയും എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. നിനക്ക് ഇതുവരെ ഐസ്ക്രീം തിന്ന് പോയി തരുന്നില്ല പെണ്ണേ. ശിവേച്ചിയോട് ബാസിനെ ചോദിച്ചാലോ, അപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ലേ? ശിവമോൾക്ക് ഒട്ടും വയ്യാത്തോണ്ടാ ബാസിറ്റാൻ അങ്ങനെ ചോദിച്ചേ. നിനക്ക് വയ്യായിക്കൊന്നുമില്ലല്ലോ. ശിവേച്ചിനോട് എല്ലാരും നല്ല സ്നേഹത്തിലാണ് നിൽക്കുന്നേ. ഇനി ശിവേച്ചിക്ക് വലിയ അസുഖം ഉണ്ടോ? എനിക്ക് പേടിയായിട്ട് വയ്യ. എന്തായാലും ശിവേച്ചിക്ക് എന്താ അസുഖം കണ്ടുപിടിച്ചേ പറ്റൂ. എന്തോന്ന് കൊച്ചു നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഇറങ്ങുന്നില്ലേ? ഇറങ്ങൂ അമ്മ. മക്കളോട് വെയിലും കൊണ്ട് നിൽക്കണ്ടേ, റൂമിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തോ. എന്റെ ബാഗ് എവിടമ്മ? മക്കൾ ഇനി കുറച്ച് ദിവസത്തിന് ഭാരമൊന്നും പിടിക്കണ്ടേ, ഇത് ഞങ്ങൾ എടുത്തോളാം. ശിവ പോയിക്കോ. അല്ല, അമ്മയുടെ മോളെ എങ്ങോട്ടായി പോകുന്നേ? ശിവേച്ചിയുടെ അടുത്തേക്ക്. അത് മനസ്സിലായി. മക്കൾ ഈ ബാഗ് ആരെ പിടിക്കാ? അമ്മ. അല്ല, പിന്നാരെ? ലച്ചു ചേച്ചിയാ? അല്ലെന്നേ. പിന്നാരാ? ബാസ്കറ്റനോ? അല്ല മോളെ. പിന്നാരാ? പാർക്കുട്ടി. ഞാനാ. അമ്മേ, പോകലമ്മേ. ലച്ചു, നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വന്നേ. ആ അടുക്കളയിൽ എമ്പാട് പണിയുണ്ട്. ഇതാ വരുന്നമ്മ. ഏതായാലും ചേച്ചിയുടെ ചക്കരന്റെ കൈ ചുമ്മാ ഇരിക്കുമല്ലേ? ഈ ബാഗും കൂടെ പിടിച്ചു കൊണ്ടുപോട്ടോ. മക്കളെ സ്കൂളിൽ നിന്ന് അമ്മനെ കൊണ്ട് കുറെ കള്ളം പഠിപ്പിച്ചതല്ലേ, കുറച്ച് പണി കിടക്കട്ടെ പാർക്കുട്ടി. ശിവക്ക് ഒട്ടും വയ്യ, നിനക്കൊരു കുഴപ്പമില്ലല്ലോ. ഒരു ബാഗ് പോലും തൂക്കാൻ വയ്യാത്ത എന്താ അസുഖം ശിവേച്ചിക്കുള്ളേ? ഇനി സ്കൂളിൽ എല്ലാരും പറഞ്ഞ പോലെ ശിവേച്ചിക്ക് മരിച്ചു പോണ അസുഖാണോ? വാലിച്ചു. ബൈ പാർക്കുട്ടി. ബൈ പാർക്കുട്ടി, ഉച്ചക്ക് കാണാവേ. എല്ലാരും എന്നെ ഒറ്റയ്ക്കാക്കി പോവാണോ? അയ്യോ, അയ്യോ. എന്നെ സഹായിക്കാൻ വീട്ടിൽ ആരുമില്ലേ? കള്ളം പറഞ്ഞ് ലീവ് എടുത്തപ്പോ എനിക്ക് 8ന് പണി കിട്ടില്ല ദൈവമേ. ഉത്സവം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് നമ്മളെല്ലാരും ഒന്നിച്ചു കൂടുന്നേ ഞാൻ മനസ്സിലേ നിരീച്ചില്ല ബാലുവോ. നീലുവിന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഇനി എല്ലാരും കൂടി ഓണത്തിനെ കൂടുള്ളൂ ഞാൻ വിചാരിച്ചതേ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലോ ദൈവം കണക്കൂട്ടുന്നേ. എന്തായാലും ഒരു സങ്കടത്തിന് വേണ്ടിയല്ലോ, ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ എല്ലാരും ഒത്തുകൂടിയേ. അത് ആലോചിക്കുമ്പോഴോ ഒരു സമാധാനം. ഇനി പറമ്പുണ്ട് പണിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഇവിടുന്ന് ധൃതിക്കാട്ട് പോവാൻ നിൽക്കണ്ട. ശിവമോളെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും പോയാൽ മതിട്ടോ. അതൊന്നും പറ്റത്തില്ലടാ. പണിക്കാരെ കൂടെ നമ്മളില്ലെങ്കിലേ ഒരു പണി എവിടെ എത്തത്തില്ലെന്നേ. അവന്മാർ എന്തൊക്കെയാ കാട്ടിക്കൂടുന്ന ദൈവത്തിനെ അറിയുള്ളൂ. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ എത്തുമ്പോഴേക്കെ അവര് പറമ്പെല്ലാം തിരിച്ചു മറിച്ചിട്ടുണ്ടാവും. രാത്രി ആവുമ്പോ ഞാനും സുരേന്ദ്രനും ഇവിടുന്ന് പോകും.
പിന്നെ ശിവമോളെ ഫംഗ്ഷന്റെ അന്ന് വന്നാൽ മതിയല്ലോ, അപ്പോഴല്ലേ ഞങ്ങൾ ആണുങ്ങൾ ആവശ്യമുള്ളൂ. മോൾക്ക് അറിവില്ലാത്തത് പറഞ്ഞു കൊടുക്കാനേ ദേ മുത്തശ്ശിമാരും കുറെ അമ്മമാരും അവൾക്കുണ്ടല്ലോ, പിന്നെ എന്തിനാടാ ഞങ്ങളുടെ ആവശ്യം ഇവിടെ? പോണോര് പോട്ടെ ബാലു, എന്തിനാ പിടിച്ചു വലിച്ചു നിർത്തുന്നേ? എന്തായാലും ഞങ്ങൾ മോളുടെ ഫംഗ്ഷനും സദ്യയൊക്കെ കൊണ്ടിട്ട് ഗംഭീരാക്കിട്ട് ഇവിടുന്ന് പോകുന്നുള്ളേ. അല്ല, നിങ്ങൾ എപ്പോഴാ ഈ കാര്യം അറിഞ്ഞേ? ഒരു 12 മണി കഴിഞ്ഞപ്പോഴേ നീലും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുന്നേ. നീലും ലച്ചും ഞാനും കൂടി അയലുള്ള തുണിയൊക്കെ അടുക്കി പെറുക്കി വെക്കുമായിരുന്നേ. അപ്പോഴാ പാറക്കുട്ടിന്റെ ഒരു മിസ്സില്ലേ, ദിവ്യ മിസ്, അവര് നീലുവിന് ഫോൺ വിളിച്ചതേ. ആദ്യം ദിവ്യ മിസ് പറഞ്ഞതേ ശിവമോൾക്ക് ഒട്ടും വയ്യാന്നാ. അത് കേട്ടപ്പോ നീലു ആകെ അങ്ങ് ഷോക്കായി. പിന്നെ പീരിയഡ്സിന്റെ കാര്യം പറഞ്ഞേ, പിന്നെ അവൾ ഓടടാ ഓട്ടായിരുന്നേ. ശിവമോൾക്ക് ആദ്യമായിട്ടില്ലാവുന്നേ, ആ കൊച്ചിന് വല്ലതും അറിയാവോ? അമ്മമ്മയുടെ പൊന്നെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മമ്മ. എന്താ നീലോ മോളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ആദ്യമായിട്ടില്ലാവുന്നേ, പിന്നെ കുറച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായേ. മോളാകെ പേടിച്ചെന്ന ദിവ്യ മിസ് പറഞ്ഞേ. ആ ഷോക്ക് ഇപ്പോഴും അവളൊന്നും മാറിയിട്ടില്ലേ? ഇതൊക്കെ സർവ്വസാധാരണല്ല മോളെ, മോള് പേടിക്കൊന്നും വേണ്ടട്ടോ. അല്ല, നിങ്ങൾ ശിവമോളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേ അവിടെ പാറക്കുട്ടി ഇല്ലായിരുന്നോ? അവളെ കാണാതെയാണോ പോന്നേ? എന്റെ പൊന്നമ്മേ, ഒന്നും പറയണ്ട. അവളെ കാണാതെ ഒളിഞ്ഞും പാത്തോ ഞങ്ങൾ അവിടുന്ന് പോന്നേ. പക്ഷെ ആ കാന്തായുടെ മുന്നിൽ എങ്ങനെയോ ഞങ്ങൾ പെട്ടു. പിന്നെ കരച്ചിലോട് കരച്ചിലായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തേ? എന്ത് ചെയ്യാനാ, കള്ളം പറഞ്ഞ് ലീവ് എടുത്തിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഓളെ എവിടെയാണ്? കാണാനില്ല. അവൾക്ക് അമ്മ മുട്ട പണിഷ്മെന്റ് കൊടുത്തേക്കുവാ, വരുന്നുണ്ട് ബാഗും പിടിച്ചോണ്ട്.